Question നോക്കാം. From the following given ratios and figures, prepare a summarized balance sheet of XYZ Company Limited as on 31st December 2015. ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഫിക്സഡ് അസറ്റ്, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്, കറന്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, and there are no debts or miscellaneous expenses. So നമ്മൾ ഈ റേഷ്യോസും ഫിഗേഴ്സും യൂസ് ചെയ്തൊരു ബാലൻസ് ഷീറ്റ് കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും അതുപോലെ തന്നെ ലിക്വിഡ് അസറ്റും എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം. പിന്നെ തന്നേക്കുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കാൻ പറ്റും. പിന്നെ തന്നിരിക്കുന്ന ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് ഫൈൻഡ് ചെയ്യാം. അതായത് കറണ്ട് ലയബിലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും. പിന്നെ ഫിക്സ്ഡ് അസറ്റും പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടും ആണ് തന്നിരിക്കുന്നത്. സോ ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിലുള്ള ഫിക്സ്ഡ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് 0.65 അല്ലെങ്കിൽ 65% തന്നേക്കുന്നത്. പിന്നെ രണ്ട് റേഷ്യോസും കൂടി തന്നിട്ടുണ്ട്, കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും. കറണ്ട് റേഷ്യോ യൂസ് ചെയ്ത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും, ലിക്വിഡ് റേഷ്യോ യൂസ് ചെയ്തിട്ട് ലിക്വിഡ് അസറ്റും ഫൈൻഡ് ചെയ്യാം. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഫൈൻഡ് ചെയ്യാം. അതിന് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് ഒരു ഒറ്റ കാര്യം തന്നിട്ടുള്ളൂ, എത്രയാണ് കറണ്ട് റേഷ്യോ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ കറണ്ട് റേഷ്യോ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, അതായത് 2.75. ഇത്രയും വരെ കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യമേ കറണ്ട് ലയബിലിറ്റി ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എക്സ് ബി ദ കറണ്ട് ലയബിലിറ്റി. ലെറ്റ് എക്സ് ബി ദ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, സോ കറണ്ട് അസറ്റ് എത്രയായിരിക്കും? സോ ദ കറണ്ട് അസറ്റ് വിൽ ബി, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.75x ആയിരിക്കും അല്ലേ? 2.75x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും? അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും കറണ്ട് അസറ്റ് എത്രയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്? 2.75x ആണ് അല്ലേ? സോ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2.75x മൈനസ് കറണ്ട് ലയബിലിറ്റിനെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. സോ എക്സ്, ഇവിടെ എക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 1x ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 2.75x മൈനസ് 1x ഈസ് ഈക്വൽ ടു 1.75x. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി 1.75x അല്ലേ? നമുക്കിത് യൂസ് ചെയ്തിട്ട്, അതായത് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഈ കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസും പേ ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റലിനും യൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമുക്കിവിടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2.75x, കറണ്ട് ലയബിലിറ്റീസ് എക്സ്, വർക്കിംഗ് ക്യാപിറ്റൽ 1.75x. ഇവിടെ എക്സ് എന്ന് ഉദ്ദേശിക്കുന്ന 1 ആണ്. സോ കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും കൂടി കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കറണ്ട് അസറ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുന്നതായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്?
70,000 അല്ലേ? ദാറ്റ് മീൻസ് ഈ 70,000 എന്ന് പറയുന്നതാണ് നമുക്ക് എന്തായി കിട്ടിയേക്കുന്നത്? 1.75x എന്ന് കിട്ടിയേക്കുന്നത്. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് എന്നുള്ളത് കറണ്ട് ലയബിലിറ്റി ആണ്. സോ കറണ്ട് ലയബിലിറ്റീൻ്റെ വാല്യൂ കിട്ടും. സോ നമ്മൾ എഴുതുക 1.75x ഈസ് ഈക്വൽ ടു 70,000. ഓക്കെ, സോ x is equal to, therefore x is equal to 70,000 divided by 1.75 അല്ലേ? ഇവിടെ ഇൻറ്റു ആയിരുന്നു, അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. സോ 70,000 ഡിവൈഡഡ് ബൈ 1.75 എത്ര കിട്ടുക? 40,000. ഈ 40,000 നമുക്ക് കിട്ടിയത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. സോ ഈ കറണ്ട് ലയബിലിറ്റി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അസറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, കറണ്ട് അസറ്റ് കിട്ടാം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2.75x അല്ലേ? 2.75x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് ഇവിടെ എന്താണ്? 40,000 ആണ് വാല്യൂ. സോ 2.75 ഇൻറ്റു 40,000 അതാണ് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ. സോ നോക്കാം, 2.75 ഇൻറ്റു 40,000 എത്രയാണ്? 1,10,000. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്താൽ മതി. സെയിം ആൻസർ ആണ്. കറണ്ട് ലയബിലിറ്റി എത്ര കിട്ടിയേ? 40,000 പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ 70,000. അങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു current liability plus working capital. Current liability 40,000 plus working capital 70,000. നമുക്ക് എത്ര കിട്ടും? 1,10,000. ഓക്കെ, ഇത്ര നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്വതവേ നമുക്ക് ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സിൻ്റെ എമൗണ്ട് ഫൈൻഡ് ചെയ്യണം. ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. സോ നമുക്ക് ലിക്വിഡ് റേഷ്യോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ലിക്വിഡ് റേഷ്യോ? 1.25 അല്ലേ? ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് നമുക്കറിയില്ല. സോ നമ്മൾ എക്സ് ആയിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് എഴുതുക. എക്സ് എന്ന് വേണ്ട, ലിക്വിഡ് അസറ്റ് എന്ന് തന്നെ എഴുതുക. ലിക്വിഡ് അസറ്റ് കറണ്ട് ലയബിലിറ്റീസ്. നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് അറിയാം. എത്രയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 40,000. ഓക്കെ, സോ നമ്മളിത് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാണ്. therefore liquid asset is equal to 1.25 into 40,000. 1.25 into 40,000 എത്രയാണ്? ലിക്വിഡ് അസറ്റ് 50,000. സോ നമ്മൾ ലിക്വിഡ് അസറ്റ് എത്രയാണ് ഫൈൻഡ് ചെയ്തു. സോ നമ്മൾ ലിക്വിഡ് അസറ്റ് ഫൈൻഡ് ചെയ്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ലിക്വിഡ് അസറ്റ് തന്നാൽ ലിക്വിഡ് അസറ്റ് ആണോ കണ്ടുപിടിക്കാൻ? ലിക്വിഡ് അസറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര സ്റ്റോക്ക് ഉണ്ടെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സ്റ്റോക്ക് നമുക്ക് കാണാം. സ്റ്റോക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. എത്രയാണ് കറണ്ട് അസറ്റ്?
കറണ്ട് അസറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 1,10,000 മൈനസ് 50,000 അല്ലേ? അതാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? ലിക്വിഡ് അസറ്റ് കിട്ടിയേക്കുന്നത്. സോ നമുക്ക് പറയാം 60,000 ഈസ് ദ എമൗണ്ട് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, അത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പം നമ്മൾ കറണ്ട് റേഷ്യോ യൂസ് ചെയ്ത് കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസറ്റും ഫൈൻഡ് ചെയ്തു. ലിക്വിഡ് റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലിക്വിഡ് അസറ്റും അതുപോലെ തന്നെ സ്റ്റോക്കും കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു റേഷ്യോ കൂടി തന്നിട്ടുണ്ട്. അതെന്താണ്? ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് നമുക്കിനി ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. 4th വണ്ണാണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് അല്ലേ? പ്രൊപ്പറേറ്റേഴ്സ് റേഷ്യോ തന്നിട്ടുണ്ട്. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഫിക്സ്ഡ് അസറ്റും അതുപോലെ തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. സോ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ്ഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും മീറ്റ് ചെയ്യും. സോ നമുക്ക് പറയാം പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ടോട്ടലാണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എന്ന് പറയാം അല്ലേ? സോ നമുക്കറിയാം പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫിക്സ്ഡ് അസറ്റ് ഓർ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടാണ്. അതായത് പ്രൊപ്പറേറ്റേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 0.65 എന്ന് ഉദ്ദേശിക്കുന്നത് 65% ആണ്. ഓക്കെ, അതായത് 65% അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എത്രയായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ? ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ 65% യൂസ് ചെയ്തിട്ടുണ്ട്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കി, അതായത് 100 മൈനസ് 65%, 35% അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താവും? 100% ആവും. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് യൂസ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പറയാം, നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അറിയാം ഇല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 70,000 ആണ് അല്ലേ? 70,000 ആണ്. അതായത് എത്ര? 35% ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ 35% നമ്മൾ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിനാണ് യൂസ് ചെയ്തത്. സോ നമ്മൾ ഇതിനെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എന്ത് പറയാം? 70,000 ഈസ് ഈക്വൽ ടു 35% ഓഫ് എക്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 35% എന്ന് പറയുന്നത് 35 ഡിവൈഡഡ് ബൈ 100 ആണ് കേട്ടോ. സോ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അതിങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. സോ 35% 70,000 ഇവിടെ 100 എന്ന് പറയുന്നത് ഡിവിഷനാണ്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഇക്വൽറ്റുവിൻ്റെ ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതുപോലെ 35 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷനായി മാറും. ഓക്കെ, സോ 35 നമുക്ക് എന്ത് കിട്ടും? 2 lakh പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടായിട്ട് കിട്ടും. എക്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. സോ നമുക്ക് 2 lakh ഫിഗർ കിട്ടും. ഒന്നും കൂടി പറയാം, പ്രൊപ്പറേറ്റേഴ്സിന് ഫണ്ട് യൂസ് ചെയ്താണ് കമ്പനി ഫിക്സ്ഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലിനുള്ള ഫണ്ട് കണ്ടുപിടിക്കുന്നത്. സോ ഫിക്സ്ഡ് അസറ്റ് 65% ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
സോ ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ആയിരിക്കും? 35% ആയിരിക്കും. സോ ഇറ്റ് ബിക്കം 100%. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വർക്കിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 70,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 35% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ 35% ആണ്. സോ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് എക്സ് എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 70,000. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് 35% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. സോ എക്സ് എത്രയാവും? 70,000 ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു 100. സോ നമുക്ക് എത്ര ഫിഗർ കിട്ടുന്നത്? 2 lakh ആണ് ഫിഗർ കിട്ടുന്നത്. സോ നമുക്ക് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കിട്ടി. ഇതിന് ഫിക്സ്ഡ് അസറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്തൂടെ? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് 65% ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ്. സോ ഫിഫ്ത്ത് വൺ, ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 65% of proprietors fund. Proprietors fund. അല്ലേ? സോ നമുക്ക് ഫിഗർ കിട്ടിയിട്ടുണ്ട് 65% ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എത്രയാണെന്ന് നോക്കാം. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് 2 lakh ഇൻറ്റു 65%. അല്ലേ? 65% എത്രയാണ്? 2 lakh ഇൻറ്റു 65%, 1,30,000. നമുക്ക് ഫിക്സ്ഡ് അസറ്റ് കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഫിക്സ്ഡ് അസറ്റ് കിട്ടി. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ ഇനി എത്ര ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്, അതായത് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, എത്ര റിസർവ് ഉണ്ട് എന്നൊക്കെ ഫൈൻഡ് ചെയ്യണം, വേണ്ടേ? സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് റിസർവ്സ് മാത്രമേ ഉള്ളൂ. റിസർവ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അല്ലേ? അതാണ് നമ്മൾ സാധാരണ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല, അല്ലേ? സോ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയില്ല. പകരം നമുക്ക് എന്തൊക്കെ അറിയാം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണെന്നറിയാം, റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്രയാണെന്ന് അറിയില്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 2 lakh, അല്ലേ? 2 lakh ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ അറിയില്ല. ഷെയർ ക്യാപിറ്റൽ പ്ലസ് ക്വസ്റ്റ്യൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട് 50,000. സോ നമുക്ക് ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2 lakh minus 50,000. Okay, 2 lakh minus 50,000, 1,50,000. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് എന്തൊക്കെ കണ്ടുപിടിച്ചു? വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് കറണ്ട് അസറ്റ് കണ്ടുപിടിച്ചു, കറണ്ട് ലയബിലിറ്റീസ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. തേർഡ് ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ക്രെഡിറ്റേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് ലയബിലിറ്റിന്ന്
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് കിട്ടും. സോ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 40,000 മൈനസ് ബാങ്ക് ഓടി എത്രയാണ്? 10,000. സോ 30,000 ആണ് നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട്. കിട്ടിയ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം അല്ലേ? നമുക്ക് ആദ്യമേ അസറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അസറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? അസറ്റിൽ കറണ്ട് അസറ്റ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? കറണ്ട് അസറ്റ് കിട്ടിയിരിക്കുന്നത് 1,10,000. പിന്നെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അസറ്റ് സൈഡിൽ. പിന്നെ ഫിക്സ്ഡ് അസറ്റും കിട്ടിയിട്ടുണ്ട്. സോ നമുക്കത് എടുത്ത് എഴുതാം. ആദ്യമേ നമ്മൾ എഴുതുന്നത് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? ഫിക്സ്ഡ് അസറ്റ് എമൗണ്ട് 1,30,000. നെക്സ്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് പറയുന്നത്? കറണ്ട് അസറ്റും കറണ്ട് അസറ്റിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? സ്റ്റോക്കും കിട്ടിയിട്ടുണ്ട്, ലിക്വിഡ് അസറ്റും കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ വാല്യൂ 60,000 അല്ലേ? ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ 50,000. ഓക്കെ. ഇനി ബാക്കിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്താണ്? ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ വരേണ്ട ഐറ്റംസ് ആണ്. ആദ്യം നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് എഴുതാം. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ 1,50,000. ഓക്കെ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നേരിട്ട് തന്നിട്ടുണ്ട് എന്തൊക്കെ? റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്രയാണ്? 50,000 അല്ലേ? പിന്നെ നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10,000. ഓക്കെ, 10,000. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ക്രെഡിറ്റേഴ്സ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ക്രെഡിറ്റേഴ്സ് എത്രയാണ്? ക്രെഡിറ്റേഴ്സ് 30,000. നമ്മൾ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. കറണ്ട് ലയബിലിറ്റീസ് 40,000 ആണ്. ഈ 40,000 എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. കറണ്ട് അസറ്റ് 1,10,000. ഈ കറണ്ട് അസറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? സ്റ്റോക്കും ലിക്വിഡ് അസറ്റും ഇൻക്ലൂഡഡ് ആണ്. സ്റ്റോക്ക് 60,000ഉം ലിക്വിഡ് അസറ്റ് 50,000. ടോട്ടൽ 1,10,000. ഓക്കെ. പിന്നെ അതെടുത്തു. ലിക്വിഡ് അസറ്റ് എടുത്തു, 50,000 എടുത്തു. സ്റ്റോക്ക് എടുത്തു. പിന്നെ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എടുത്തു. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അതായത് ഫിക്സ്ഡ് അസറ്റ് എടുത്തു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുത്തു. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എടുത്തു. സോ നിങ്ങൾക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ്, ഈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് തന്നെയല്ലേ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഡൗട്ട് വരരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്? റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ അതെന്ത് ചെയ്യണം? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ നിന്ന് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ചെയ്തിട്ടുള്ള പോർഷനാണ് ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ എടുക്കുക. സോ നമുക്കിതൊന്ന് ടാലി ചെയ്ത് നോക്കാം. ഷെയർ ക്യാപിറ്റൽ 1,50,000 പ്ലസ് 50,000 2,40,000. 2,40,000. ഇനി അസറ്റ് സൈഡ് നോക്കാം. 1,30,000 പ്ലസ് 60,000 പ്ലസ് 1,50,000. 60,000 പ്ലസ് 50,000 1,10,000. 1,10,000 പ്ലസ് 1,30,000
2,40,000. സോ നമ്മുടെ രണ്ട് കോളവും ടാലി ആയിട്ടുണ്ട്. ടാലി ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.